ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിയത്തീറയിലായിരുന്നപ്പോൾ ഭാവി പ്രവചിക്കുന്ന ഒരടിമ പെൺകുട്ടി പൗലൂസിനെ സ്ഥിരം പിൻചൊല്ലുമായിരുന്നു. അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. ഈ കഴിവ് അവൾക്ക് പിശാച് നൽകിയതായിരുന്നതിനാൽ അവളിലെ അശുദ്ധാത്മാവിനെ പൗലോസ് പുറത്താക്കിയപ്പോൾ പ്രസ്തുത കഴിവും അപ്രത്യക്ഷമായി. അപ്പൊസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് പലർക്കും പ്രത്യേക സിദ്ധികൾ ലഭിക്കുന്നതായി പലപ്പോഴും കാണാം എന്നുള്ളതാണ്. നുണയനായ പിശാചിൻ്റെ സ്വാധീനത്തിൽ കഴിയുന്ന വ്യക്തികൾ അവൻ്റെ സൗജന്യ ദാനങ്ങൾ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവരാണ്. ഉദാഹരണത്തിന്, മറ്റുള്ളവരിലെ നിഷേധാത്മകത എളുപ്പം കണ്ടെത്താൻ അവർക്ക് കഴിയും. ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ചിലപ്പോൾ മാനസികമായി ദുർബലരായവരെ കീഴ്പ്പെടുത്താനുള്ള ശക്തമായ പ്രവണത കാട്ടാനും അവർ തയ്യാറാകുന്നു. ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അധികാരത്തോടെ മറ്റുള്ളവർക്ക് തിന്മ ഭവിക്കട്ടെ എന്ന് ശപിച്ച് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാമെന്നും അവർ കരുതുന്നു. ഇത്തരം വഴിയിലൂടെ ഭാവി പ്രവചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ഉറവിടം, അവർക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളുടെ ഉറവിടം നാം മനസ്സിലാക്കാതെ പോകരുത്. ഇത്തരം ശല്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ നിരന്തരം പോരാടുകയും അവയെ കീഴടക്കുകയും ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ.